600 വീടുകൾ പോയിടത്ത് ഒരു 15 ലക്ഷം രൂപ മുടക്കി വീടുകൾ പണിയണമെങ്കിൽ പോലും ഒരു 120 കോടി രൂപയ്ക്ക് പണിയുവാൻ സാധിക്കും. പെർമനൻ്റ് വീടുകൾ പണിയിക്കുവാനുള്ള കാര്യങ്ങൾ ആലോചിക്കാനുള്ള സമയമായി. ഡോണേഴ്സിൻ്റെ പൈസ വാങ്ങിച്ച് ഗവൺമെൻറ് തന്നെ എല്ലാ കാര്യങ്ങളും പ്ലാൻ ചെയ്ത് ചെയ്യുന്നത് തീർച്ചയായിട്ടും ഒരു നല്ല റിസൾട്ട് നമുക്ക് കിട്ടില്ല. കഴിഞ്ഞ 2 ദിവസങ്ങളായിട്ട് വയനാട്ടിലെ ദുരന്ത സ്ഥലങ്ങളിലായിരുന്നു. മനസ്സിനെ വളരെയധികം വേദനിപ്പിക്കുന്ന കാഴ്ചകളാണ് അവിടെ കാണാൻ സാധിച്ചത്. എത്രയോ മരണങ്ങൾ, എത്രയോ വീടുകൾ, ആ പ്രദേശം മൊത്തം നാശമായ ഒരു അവസ്ഥയാണ്. തങ്ങളെ സ്നേഹിക്കുന്ന ആൾക്കാരോട് അവസാനമായിട്ടൊരു വാക്ക് പോലും പറഞ്ഞിട്ട് പോകാൻ ഒരു അവസരം ലഭിക്കാതെ മരിച്ചുപോയ ഈ ആൾക്കാരുടെ കഥകൾ കേട്ട് മനസ്സ് മടുക്കുകയാണ്. അവരെയൊക്കെ നമ്മുടെ ഓർമ്മകളിലേക്ക്, ചിന്തകളിലേക്ക് നമുക്ക് കൊണ്ടുവന്ന് അവർക്ക് വേണ്ടി എന്ത് ചെയ്യുവാൻ സാധിക്കും, ജീവിച്ചിരിക്കുന്നവർക്ക് എന്ത് ചെയ്യാൻ സാധിക്കും, അവരുടെ ഭാവിക്ക് വേണ്ടി എന്ത് ചെയ്യുവാൻ സാധിക്കും, ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചിന്തിക്കുന്ന ഒരു സമയമാണിത്. ധാരാളം ആൾക്കാരുമായിട്ട് ഈ ദിവസങ്ങളിൽ എന്താണ് ചെയ്യാൻ പറ്റുന്നത് എന്നതിനെക്കുറിച്ച് ആലോചിച്ചു, ചിന്തിച്ചു, ഡിസ്കസ് ചെയ്തു. മീറ്റിങ്ങുകൾ കൂടി ഒത്തിരി ആൾക്കാരോട് അവരുടെ അഭിപ്രായങ്ങൾ ആരാഞ്ഞു. ഇന്ന് രാവിലെ ഞങ്ങൾ കളക്ടറെ കണ്ടു, അതുപോലെ ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരുമായിട്ട് സംസാരിച്ചു. ഇതിൻ്റെയൊക്കെ ബേസിസിൽ 3 സജഷൻസ് നടത്താൻ ആഗ്രഹിക്കുകയാണ്. ആദ്യമായിട്ട് തീർച്ചയായിട്ടും അവർക്ക് വേണ്ടിയത് പെർമനൻ്റ് വീടുകളാണ്. ധാരാളം വീടുകൾ ഓൾറെഡി പണിയാമെന്നുള്ള ഓഫറുകൾ വന്നിട്ടുണ്ട്, വളരെ സന്തോഷം. പക്ഷെ നമുക്കറിയാം, ഇന്ത്യയുടെ പുനരധിവാസ ചരിത്രം പഠിക്കുകയാണെങ്കിൽ 5 വർഷത്തിൽ കുറയാത്ത ഒരു സമയമാണ് വീടുകൾ എല്ലാവർക്കും വെച്ചു കൊടുക്കുക എന്ന് പറയുന്ന ആ ഒരു പ്രോസസ്സിനെടുക്കുക. അതെത്ര എളുപ്പം ചെയ്താലും 2-3 വർഷമെങ്കിലും എടുക്കും. അപ്പോൾ അതുവരെ ആൾക്കാർ ഇവിടെ താമസിക്കും. ഇപ്പോൾ താമസിക്കുന്ന സ്കൂളുകളോ പബ്ലിക് ബിൽഡിങ്ങുകളോ ഒക്കെ താമസിക്കാതെ അവിടെ നിന്ന് മാറി അവർക്ക് ഏതെങ്കിലും ഒരു സ്ഥലത്തേക്ക് ജീവിക്കാൻ സാധിക്കണം. ഒരു കുടുംബമായിട്ട് അവർക്ക് ജീവിക്കുവാൻ സാധിക്കണം. ഒരു സാധാരണ ജീവിതത്തിൻ്റെ ഒരവസ്ഥയിലേക്ക് അവർക്ക് ജീവിക്കുവാൻ സാധിക്കുന്ന ഒരു സാഹചര്യം നമ്മൾ ഈ ഒരു ഇൻ്ററിം പീരീഡിൽ നമ്മൾ ഉണ്ടാക്കണം. അതിന് വന്നിരിക്കുന്ന ഒരു സജഷൻ, ഇവർക്കൊക്കെ ഒരു ട്രാൻസിഷണൽ വീടുകൾ ഉണ്ടാക്കുക, അതുവരെ താമസിക്കാൻ പറ്റുന്ന ടെമ്പററി ആയിട്ടുള്ള താൽക്കാലിക വീടുകൾ ഉണ്ടാക്കുക. ഏകദേശം ഒരു 200-250 സ്ക്വയർ ഫീറ്റ് ഉള്ള വീടുകൾ 2-3 ലക്ഷം രൂപയ്ക്കുള്ളിൽ ഉണ്ടാക്കുവാൻ സാധിക്കുന്ന വീടുകൾ, അത് റെഡിമെയ്ഡ് വീടുകളോ ഇല്ലെങ്കിൽ സൈറ്റിൽ ഉണ്ടാക്കുവാൻ സാധിക്കുന്ന വീടുകളോ, അങ്ങനെ പല ഓപ്ഷൻസും നമുക്ക് അവൈലബിൾ ആണ്. അപ്പോൾ ഇവർ താമസിക്കുന്ന സ്ഥലത്തിന് അധികം ദൂരെ അല്ലാതെ ഒരു സ്ഥലത്ത് തന്നെ അടുത്തൊരു 4-5 വർഷത്തേക്ക് താമസിക്കുവാൻ പറ്റുന്ന താൽക്കാലിക വീടുകൾ ഉണ്ടാകണം. ഈ ഒരു സന്ദേശം കളക്ടർക്ക് ഞങ്ങൾ കൈമാറിയിട്ടുണ്ട്. ധാരാളം ആൾക്കാരോട് സംസാരിച്ചിട്ടുണ്ട്. ഇതിനു വേണ്ടിയിട്ട് ഗവൺമെൻറ് തന്നെ അവരുടെ റീഹാബിലിറ്റേഷൻ പ്രോഗ്രാമിൻ്റെ ഭാഗമായിട്ട് ഈ ഒരു ടെമ്പററി ഹൗസിംഗ് ഒരു സ്ട്രാറ്റജി ആയിട്ട് വരണം. ഗവൺമെൻറ് ചെയ്യാൻ പറ്റുമെങ്കിൽ ഗവൺമെൻറ് തന്നെ അത് ചെയ്യണം. ഇനി അത് സാധിക്കുന്നില്ലെങ്കിൽ ഞങ്ങളെപ്പോലെയുള്ള നോൺ ഗവൺമെൻറ്റൽ ഓർഗനൈസേഷൻസ് ഇത് ചെയ്യാനായിട്ട് തയ്യാറാണ്. അതിനുള്ള സ്ഥലവും അതിനുള്ള സൗകര്യങ്ങളും റിസോഴ്സസും മൊബിലൈസ് ചെയ്യാനായിട്ടും ഞങ്ങൾ റെഡിയാണ്. വയനാട് റിലീഫ് ഗ്രൂപ്പിലൂടെ അതുപോലെ ഇതുമായിട്ട് ബന്ധപ്പെട്ട ധാരാളം
മറ്റ് NGOകൾ നമുക്ക് ഈ സ്ഥലത്തുണ്ട്. അവരോടൊപ്പം ഈ ഒരു പ്രവൃത്തി ചെയ്യുവാനായിട്ട് ഞങ്ങളും തയ്യാറാണെന്ന് അറിയിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. വയനാട്ടിലെ ദുരന്തത്തിൽ വീട് നഷ്ടപ്പെട്ടവർക്ക് വീട് പണിയുവാനുള്ള ആ ഒരു ചിന്തയാണ് ഇനി നമ്മൾ മുന്നോട്ട് നീങ്ങുന്നത്. 500-ൽ പരം വീടുകൾ ഓൾറെഡി ഉദാരമതികളായ ആൾക്കാരും സംഘടനകളും വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. പക്ഷേ എന്ത് ടൈപ്പ് വീടുകളാണ് നമ്മൾ നിർമ്മിക്കുവാൻ പോകുന്നത്? അതിനെക്കുറിച്ചുള്ള ഒരു ചിന്തകൾ ഇനിയും നമ്മൾ മുന്നോട്ട് വച്ചിട്ടില്ല. അപ്പോൾ NGOസിൻ്റെ ഭാഗത്തു നിന്ന് ഈ വീടുകൾ നമ്മൾ നിർമ്മിക്കുന്നത് ആൾക്കാർക്ക് നല്ല സൗകര്യങ്ങളുള്ള വലിയ വീടുകൾ നിർമ്മിക്കുന്ന ഒരു പദ്ധതി ആയിരിക്കണം എന്ന് ഞങ്ങൾ ആവശ്യപ്പെടുകയാണ്. ഞങ്ങൾ പോയി അവിടെ കണ്ട വീടുകളൊക്കെ വലിയ വീടുകളായിരുന്നു. അപ്പോൾ അവരെ ഒരു കൊച്ചു വീട്ടിലേക്ക് മാറി താമസിക്കുക എന്ന് പറയുന്നത് അവരെ സംബന്ധിച്ച് അത് സ്വീകാര്യമായൊരു കാര്യമല്ല. ഇനിയും കൊച്ചു വീടുകളിലായിരുന്നു അവർ താമസിച്ചിരുന്നെങ്കിലും ഈ ഒരു ദുരന്തത്തിൻ്റെ ഈ ഒരു അവസ്ഥയെ ഉപയോഗിച്ചുകൊണ്ട് അവരുടെ ജീവിതത്തിൻ്റെ നിലവാരത്തെ ഉയർത്തുവാനായിട്ട് സാധിക്കുന്ന നല്ല വീടുകൾ നമ്മൾ പണിയേണ്ടത് ഒരാവശ്യമാണ്. ഒരു 700-800 സ്ക്വയർ ഫീറ്റ് എങ്കിലുമുള്ള വീടുകളായിരിക്കണം നമ്മൾ പണിയുക. എല്ലാ സൗകര്യങ്ങളുമുള്ള അങ്ങനെയുള്ള വീടുകൾ ഒരു 15 ലക്ഷം രൂപയ്ക്ക് നമുക്ക് പണിയുവാനായിട്ട് തീർച്ചയായിട്ടും സാധിക്കും. അതോടുകൂടെ തന്നെ ഒരു ടൗൺഷിപ്പായിട്ട് പണിയുമ്പോൾ എല്ലാ വ്യത്യസ്തമായിട്ടുള്ള സൗകര്യങ്ങളും അവിടെ ഉണ്ടായിരിക്കണം. ആശുപത്രിയും സ്കൂളും പാർക്കുകളും പിള്ളേർക്ക് കളിക്കാനുള്ള സൗകര്യങ്ങളും ഒക്കെയുള്ള ഒരു നല്ല സൗകര്യത്തെ നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കണം. അപ്പം അങ്ങനെ 600 വീടുകൾ പോയെടുത്ത് ഒരു 15 ലക്ഷം രൂപ മുടക്കി വീടുകൾ പണിയണമെങ്കിൽ പോലും ഒരു 120 കോടി രൂപയ്ക്ക് പണിയുവാൻ സാധിക്കും. അതിനുള്ള വീടിൻ്റെ ഓഫറുകൾ ഓൾറെഡി വന്നിട്ടുണ്ട്. അതുകൊണ്ട് ഈ വീടുകൾ പ്ലാൻ ചെയ്യുമ്പോൾ പേരിനു വേണ്ടി കൊച്ചു വീടുകൾ പണിത് അവരെ ജീവിതത്തിൽ ഒതുക്കാൻ ശ്രമിക്കാതെ ഈ അവസരം ഉപയോഗിച്ചുകൊണ്ട് അവരുടെ ജീവിതത്തെ നല്ല ഒരു രീതിയിലേക്ക് ഉയർത്തുന്ന ഒരു വിശാലമായ ഒരു പ്ലാനും പദ്ധതിയും ചെയ്യേണ്ടിയ ഒരു സമയമാണിത്. അതിന് ഗവൺമെൻറ് തയ്യാറാകണം. അതിനോടൊപ്പം പ്രവർത്തിക്കാനായിട്ട് NGOകളും മുന്നോട്ട് വരണം. പെർമനൻ്റ് വീടുകൾ പണിയിക്കുവാനുള്ള കാര്യങ്ങൾ ആലോചിക്കാനുള്ള സമയമായി. 500-ൽ പരം വീടുകൾ ഓൾറെഡി പലരും കൊടുക്കാമെന്ന് ഓഫർ ചെയ്തിട്ടുണ്ട്. ഇനിയും അവരെവിടെയാണ് ആ വീടുകൾ പണിയുക? എന്ത് ടൈപ്പ് വീടുകളാണ് പണിയുക? അതിനുള്ള പ്രോസസ്സസ് എങ്ങനെയാണ്? ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചിന്തിക്കുവാനായിട്ട് ഇതിലേക്ക് സംഭാവനകൾ നൽകുന്ന എല്ലാവരെയും ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു നല്ലൊരു കോർഡിനേഷൻ കമ്മിറ്റി ഉണ്ടാകണം. ഡൊണേഴ്സിൻ്റെ പൈസ വാങ്ങിച്ച് ഗവൺമെൻറ് തന്നെ എല്ലാ കാര്യങ്ങളും പ്ലാൻ ചെയ്ത് ചെയ്യുന്നത് തീർച്ചയായിട്ടും ഒരു നല്ല റിസൾട്ട് നമുക്ക് കിട്ടില്ല. ഇതിൽ ധാരാളം അനുഭവ സമ്പത്തുള്ള ആൾക്കാരുണ്ട്. NGOയിൽ ഡിസാസ്റ്റേഴ്സ് മാനേജ് ചെയ്ത് ധാരാളം ആൾക്കാരുണ്ട്, എക്സ്പേർട്സ് ഉണ്ട്. അവരെയൊക്കെ ഉൾപ്പെടുത്തിയുള്ള ഒരു നല്ല കോർഡിനേഷൻ കമ്മിറ്റിയാണ് ഇതിൻ്റെ ആദ്യം മുതലുള്ള പ്ലാനിങ് മുതൽ അതിൻ്റെ എല്ലാ തീരുമാനങ്ങളും എടുക്കാനും അതുപോലെ വീടുകൾ പണിയിക്കുവാനും അവരെയൊക്കെ ഉൾപ്പെടുത്തിയുള്ള ഒരു കോർഡിനേഷൻ കമ്മിറ്റി. അത് വളരെ പ്രധാനപ്പെട്ടതാണ്. അതോടൊപ്പം ഈ വീട് പോയ ആൾക്കാരുടെ അഭിപ്രായങ്ങളും നമുക്കറിയണം. അവരെയും നമുക്ക് ഈ ചർച്ചകളിലേക്ക് ഉൾപ്പെടുത്തണം. അപ്പം വീട് പോയ ആൾക്കാരുടെ അഭിപ്രായങ്ങളും താല്പര്യങ്ങളും കേൾക്കുവാനുള്ള സംവിധാനങ്ങൾ ക്രിയേറ്റ് ചെയ്യുന്ന ഒരു ഫോറമായിരിക്കണം ഈ കോർഡിനേഷൻ കമ്മിറ്റി. അപ്പോൾ ഇതെല്ലാവരുടെയും ഒരു ആക്ടിവിറ്റിയാകും, എല്ലാവർക്കും സന്തോഷമാകും, നല്ല റിസൾട്ട് നമുക്ക് ലഭിക്കുകയും ചെയ്യും.